Let's start learning English. ഹലോ മക്കളെ, നമ്മൾ 10th ക്ലാസ്സിൽ എത്തിയിരിക്കുകയാണ് അല്ലേ? 10ാം ക്ലാസ്സിലായി. അയ്യോ, SSLC. വല്ലാത്തൊരു പുവർ ജോക്കായി അല്ലേ? ഇറ്റ് വാസ് എ PJ. ഇറ്റ് വാസ് എ പുവർ ജോക്ക് അല്ലേ? പുവർ ജോക്ക്. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ചളി എന്ന് പറയും അല്ലേ? പുവർ ജോക്ക്, PJ. ഓക്കെ, അപ്പോഴേ ടീച്ചർ ഈ PJ ആയി പറഞ്ഞതാണെങ്കിലും അതാണ് സത്യം. 10ാമത്തെ ക്ലാസ്സിൽ നമ്മൾ എത്തിയിരിക്കുന്നു. ഓക്കെ, ഈ 10ാമത്തെ ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും നമ്മൾ ഒരുപാട് വാക്കുകൾ പഠിച്ചു. 100-150 കൂടുതൽ വാക്കുകൾ പഠിച്ചു. പക്ഷെ ടീച്ചർ ആക്ഷൻ വേർഡിൻ്റെ ബേസ് ഫോം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതിൽ 18 വേർഡ്സ് 18 വാക്കുകൾ. 80 അല്ല, 80 എന്ന് പറഞ്ഞാൽ 8-0. 18 നീട്ടി പറയണം. 18 എന്നിട്ട് അവസാനത്തിൽ ഒരു ഇന്നിടണം. 18 വാക്കുകൾ. ഏതൊക്കെയായിരുന്നു അത്? റൺ, ജംപ്, ഈറ്റ്, ബ്രഷ്, റീഡ്, ഡ്രിങ്ക്, വാഷ്, പ്ലേ, സിറ്റ്, വാക്ക്, ഗോ, കം, ക്ലൈംബ്, ഫ്ലൈ, സ്വിം, tear, കുക്ക്, കട്ട് അല്ലേ? ഈ 18 വാക്കുകളാണ് നമ്മൾ അതിൻ്റെ V1, V2, V3, INGS ഫോം ഒക്കെ നമ്മൾ പഠിച്ചു അല്ലേ? ഇതൊക്കെ പഠിച്ചു അല്ലേ? റൺ, റാൻ, റൺ, ജംപ്, ജംപ്ഡ്, ജംപ്ഡ്, ഈറ്റ്, ate, eaten, ബ്രഷ്, ബ്രഷ്ഡ്, ബ്രഷ്ഡ്, റീഡ്, റെഡ്. അതിൽ റീഡിൻ്റെ അതിൽ എന്തായിരുന്നു? റെഡ്, റീഡിനൊക്കെ ഒരേ സ്പെല്ലിംഗ് ആയിരുന്നു അല്ലേ? പക്ഷെ ഉച്ചാരണം, പ്രൊനൗൺസിയേഷൻ മാത്രമാണ് എന്ത് വ്യത്യാസം ഉണ്ടായത്. റീഡ്, റെഡ്, ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്, വാഷ്, വാഷ്ഡ്, വാഷ്ഡ്, പ്ലേ, പ്ലേഡ്, സിറ്റ്, സാറ്റ്, walk, walked, go, went, gone, come, came, come, climb, climbed, fly, flew, flown, swim, swam, swum, tear, tore, torn, cook, cooked, കട്ട് അല്ലേ? അങ്ങനെ നമ്മൾ 18 വാക്ക്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ കൂടെ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇതിലൊക്കെ ING ചേർത്ത് കഴിഞ്ഞാൽ ഇങ്ങന്ന് ചേരും, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് പുതിയ 2 വാക്കുകൾ പഠിക്കാം. ഓക്കെ, റെഡി? ഓക്കെ, ആദ്യത്തെ വാക്ക് എഴുതുക. ഡെയിലി ടീച്ചർ ചെയ്യിക്കുന്നുണ്ട് അല്ലേ? എത്ര പേര് സന്തോഷത്തിൽ എഴുതുന്നുണ്ട്? ആർക്കറിയാലേ? എല്ലാവരും സന്തോഷത്തിൽ തന്നെയാണോ എഴുതുന്നുള്ളത്? സന്തോഷത്തിലും താല്പര്യത്തിലും എഴുതണം മക്കളെ, എന്നാലേ അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. ടീച്ചർ പറഞ്ഞതുകൊണ്ട് അയ്യോ ടീച്ചർ എത്ര എഴുതിക്കുന്നു, കുറേ എഴുതാനുണ്ട് എന്നൊക്കെ സങ്കടപ്പെട്ട് എഴുതുന്നത് അതൊരു ശരിയായ പരിപാടിയല്ല. അങ്ങനെ എഴുതുവാണെങ്കിൽ തന്നെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു റിസൾട്ട് കമ്മിയായിരിക്കും. എപ്പോഴും നല്ല താല്പര്യത്തിൽ എനർജറ്റിക് ആയിട്ട് എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എഴുതുന്നത്, ടീച്ചർ എനിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നതെന്ന് പറഞ്ഞിട്ട് എഴുതണേ. ഓക്കെ, എഴുതുക, റൈറ്റ്. എഴുതുക, റൈറ്റ്. WRITE. നോക്കിയേ, ഈ ഇംഗ്ലീഷ് ഭാഷ എത്ര വിചിത്രമാണല്ലേ? റൈറ്റ് എന്ന് വായിക്കുന്നു, തുടങ്ങുന്നതോ W. ഓക്കെ, WRITE, റൈറ്റ്. സ്പെല്ലിംഗ് WRITE, റൈറ്റ്. സ്പെല്ലിംഗ് തെറ്റരുത്. തുടക്കത്തിൽ W ഉണ്ട്, അവസാനത്തിൽ E ഉണ്ട്. ഓക്കെ, WRITE, റൈറ്റ്. എഴുതുക, റൈറ്റ്. എഴുതി എന്ന് പറയാനാണെങ്കിലോ wrote, WROTE, wrote.
W-R-I-T-E, write. W-R-O-T-E, wrote. എഴുതി. ഇനി എഴുതപ്പെട്ടു എന്ന് പറയാനുള്ളത് എങ്ങനെയാണ്? W-R-I-T-T-E-N. ഓക്കെ, ടീച്ചർ ലൈവ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഓർമ്മയില്ലേ? ഒരക്ഷരം നമ്മൾ ഇരട്ടിക്കുന്നുണ്ടോ? ING ആഡ് ചെയ്യുമ്പോൾ ഇരട്ടിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അതിൻ്റെ ഉച്ചാരണത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. സ്വിമ്മിങ്, അവിടെ M ഇരട്ടിക്കുന്നുണ്ട് അല്ലേ? കമ്മിങ് ഇരട്ടിക്കുന്നില്ല അല്ലേ? റണ്ണിങ് അല്ലേ? അവിടെ നമുക്ക് തന്നെ അവിടെ ഇരട്ടിക്കുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ റിട്ടൺ, റൈറ്റ് എന്നുള്ളത് റിട്ടൺ ആവുന്നുണ്ട്. ഓക്കെ, റൈറ്റ്, റോട്ട്, റിട്ടൺ. W-R-I-T-E, write. V1 form, base form, write. V2 form, past form, wrote. W-R-O-T-E, wrote. V3 form, past participle form, written. W-R-I-T-T-E-N, double T ഉണ്ട് കേട്ടോ. Write, wrote, written. Write, wrote, written. V1 form, base form, write. V2 form, past form, wrote. V3 form, past participle form, written. Write, wrote, written. Write, wrote, written. Write, wrote, written. ഓക്കെ, ഇനി നമ്മൾ എന്ത് നോക്കണം? എഴുതുന്നു അല്ലേ? എഴുതുന്നു എന്നെങ്ങനെ പറയാം? ബേസ് ഫോം അല്ലെങ്കിൽ V1 ഫോം, റൈറ്റ്, എഴുതുക. എഴുതി എന്നെങ്ങനെ പറയും? റോട്ട്. W-R-O-T-E, റോട്ട്. എഴുതുന്നു, എഴുതിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാം. എങ്ങനെയാണ്? റൈറ്റിംഗ്. W-R-I-T-I-N-G, writing. Write, wrote, writing. Write, wrote, writing. Write, wrote, writing. Spelling ശ്രദ്ധിക്കുക. W-R-I-T-E, W-R-O-T-E, W-R-I-T-I-N-G, W-R-I-T-I-N-G. അവിടെ റൈറ്റ് എന്നുള്ളതിലുള്ള ഇയെ എടുത്ത് ദൂരേക്ക് എറിഞ്ഞിട്ടാണ് ING ആഡ് ചെയ്തത്. റൈറ്റ് പ്ലസ് ING എന്ന് വരുന്ന സമയത്ത് ഈ എടുത്ത് കളഞ്ഞു. അതുപോലെ ഈ എടുത്ത് കളഞ്ഞ മറ്റൊരു വാക്ക് നമ്മൾ പഠിച്ചു. എന്താണ്? കം പ്ലസ് ING, കമ്മിങ് അല്ലേ? COME പ്ലസ് ING ചെയ്യുമ്പോഴെന്താവുന്നു? ആ ഈ എടുത്തിട്ട് ഒറ്റേറ് എന്നിട്ട് COMING എന്നാവുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെയും WRITE പ്ലസ് ING ആകുന്ന സമയത്ത് WRITE യിൽ നിന്നും ഈ എടുത്ത് കളയും എന്നിട്ട് ING ചേർക്കും. അപ്പോൾ WRITING, റൈറ്റിംഗ്. റൈറ്റ്, റോട്ട്, റൈറ്റിംഗ്. റൈറ്റ്, റോട്ട്, റൈറ്റിംഗ്. ഓക്കെ, നമുക്ക് എഴുതുക എന്നുള്ളത് സെൻറ്റൻസസിലോട്ട് ഇടാം അല്ലേ? പ്ലീസ് റൈറ്റ് യുവർ ആൻസർ ഹിയർ. പ്ലീസ് റൈറ്റ് യുവർ ആൻസർ ഹിയർ. ദയവായി നിങ്ങളുടെ ഉത്തരം ഇവിടെ എഴുതൂ. പ്ലീസ് റൈറ്റ് യുവർ ആൻസർ ഹിയർ. ദയവായി നിങ്ങളുടെ ഉത്തരം ഇവിടെ എഴുതൂ. എഴുതൂന്നും എഴുതുകയെന്നും രണ്ട് പറയാം. ഓക്കെ, പ്ലീസ് റൈറ്റ് യുവർ ആൻസർ ഹിയർ. ദയവായി നിങ്ങളുടെ ഉത്തരം ഇവിടെ എഴുതുക എന്നും പറയാം. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ ആൻസർ ഷീറ്റ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ പൊതുവെ എഴുതുക എന്നുള്ള ഒരു സെൻറ്റൻസ് ആണ് ഉണ്ടാവുക അല്ലേ? ഉദ്ദേശം എങ്ങനെയാണ്? നമുക്കൊരു നിർദ്ദേശം തരുവാണ്. ഓക്കെ, പ്ലീസ് റൈറ്റ് യുവർ ആൻസർ ഹിയർ. ദയവായി നിങ്ങളുടെ ഉത്തരം ഇവിടെ എഴുതുക. She wrote a beautiful poem yesterday. She wrote a beautiful poem yesterday. അവൾ ഇന്നലെ മനോഹരമായ ഒരു കവിത എഴുതി. ബ്യൂട്ടിഫുൾ, മനോഹരമായ, സൗന്ദര്യമുള്ള.
പൊതുവെ മനുഷ്യൻ്റെ കാര്യത്തിൽ ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പോൾ സ്ത്രീകൾ, പെൺകുട്ടികൾ, അവരെ ആണ് ബ്യൂട്ടിഫുൾ എന്ന് പറയുക. മെൻ അല്ലെങ്കിൽ പുരുഷന്മാർ, ആൺകുട്ടികളെയൊക്കെ പറയുമ്പോൾ ഹാൻസം എന്നാണ് പറയുക, ഭംഗിയുള്ളത് എന്നുള്ളത്. ഓക്കെ, ഭംഗിയുണ്ട് എന്ന് പറയുമ്പോൾ ഹാൻസം എന്ന് ഉപയോഗിക്കും. സ്ത്രീകൾ, പെൺകുട്ടികളൊക്കെയാണ് ബ്യൂട്ടിഫുൾ. ഓക്കെ, ഇവിടെ പോം, കവിതയാണ് മനോഹരമായിട്ട് വർണ്ണിക്കുന്നത്. ഓക്കെ, ഷീ റോട്ട് എ ബ്യൂട്ടിഫുൾ പോം യെസ്റ്റർഡേ. ഹി റൈറ്റ്സ് കോഡ് ഫോർ എ ലിവിങ്. അവൻ ഉപജീവനത്തിനായി കോഡ് എഴുതുന്നു. അവൻ ഉപജീവനത്തിനായി, ഫോർ എ ലിവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ ഉണ്ടാക്കാൻ ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫോർ എ ലിവിങ്, വരുമാനം ഉണ്ടാക്കാൻ. ഓക്കെ, ഹി റൈറ്റ്സ് കോഡ് ഫോർ എ ലിവിങ്. അവൻ ഉപജീവനത്തിനായി കോഡ് എഴുതുന്നു. My sister writes amazing short stories. My sister writes amazing short stories. എൻ്റെ സഹോദരി അത്ഭുതകരമായ ചെറുകഥകൾ എഴുതുന്നു. My sister writes amazing short stories. My sister writes amazing short stories. എൻ്റെ സഹോദരി അത്ഭുതകരമായ ചെറുകഥകൾ എഴുതുന്നു. അങ്ങനെ എഴുതുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് അവിടെ റൈറ്റിന്റെ കൂടെ എസ് ചേർത്തിട്ട് റൈറ്റ്സ്. മൈ സിസ്റ്റർ തേർഡ് പേഴ്സൺ ആണ്, റൈറ്റിൽ ഒരു എസ് ചേർത്തു, റൈറ്റ്സ്. അതുപോലെ തന്നെയാണ് തൊട്ട് മുൻപുള്ളത്, ഹി റൈറ്റ്സ് കോഡ് ഫോർ എ ലിവിങ്. അയാളുടെ ശീലം അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്, സ്ഥിരം ചെയ്യുന്ന ഒരു കാര്യമാണ്. അയാൾ കോഡ് എഴുതും ഉപജീവന മാർഗത്തിനായി. ഓക്കെ, അപ്പോൾ ഹി റൈറ്റ്സ്, ഹി എന്താണ്, തേർഡ് പേഴ്സൺ ആണ്. അപ്പോൾ V1 ഫോമിൽ നമ്മൾ എസ് ചേർക്കും. ഓക്കെ, ചില വാക്കുകളിൽ വരുമ്പോൾ ES ചേർക്കും, ചിലതിൽ എസ് ചേർക്കും. ഫ്ലൈസിലൊക്കെ IESI, വൈ എടുത്ത് കളഞ്ഞ് IESI അല്ലെ, FLY, ഫ്ലൈ. ഫ്ലൈയിൽ എസ് ചേർക്കുന്ന സമയത്ത് FLIES ആയിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ എസ് ഫോം എന്ന് വിളിക്കും, ES ഫോം. ഓക്കെ, അതൊക്കെ നമുക്ക് V1, V2, V3, V4, V5 എന്നുള്ള രീതിയിലുള്ള ഒരു ലെസൺ ടീച്ചർ തരുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഞാനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഓക്കെ, പ്ലീസ് റൈറ്റ് യുവർ ആൻസർ ഹിയർ. She wrote a beautiful poem yesterday. He writes code for a living. My sister writes amazing short stories. Please write your answer here. She wrote a beautiful poem yesterday. He writes code for a living. My sister writes amazing short stories. ടീച്ചറിന്റെ കൂടെ ഒന്ന് വായിക്കൂ. പ്ലീസ് റൈറ്റ് യുവർ ആൻസർ ഹിയർ. ഷീ റോട്ട് എ ബ്യൂട്ടിഫുൾ പോം യെസ്റ്റർഡേ. ഹി റൈറ്റ്സ് കോഡ് ഫോർ എ ലിവിങ്. മൈ സിസ്റ്റർ റൈറ്റ്സ് അമേസിംഗ് ഷോർട്ട് സ്റ്റോറീസ്. ഓക്കെ, പ്ലീസ് അവോയ്ഡ് റൈറ്റിംഗ് ഓൺ ഇറ്റ്. Please avoid writing on it. Please avoid writing on it. ദയവായി അതിൽ എഴുതുന്നത് ഒഴിവാക്കുക. ദയവായി അതിൽ എഴുതുന്നത് ഒഴിവാക്കുക. Please avoid writing on it. Please write your name. Please write your name clearly on the form. Please write your name clearly on the form. ദയവായി ഫോമിൽ നിങ്ങളുടെ പേര് വ്യക്തമായി എഴുതുക. ദയവായി ഫോമിൽ നിങ്ങളുടെ പേര് വ്യക്തമായി എഴുതുക. Please write your name clearly on the form. She wrote a letter to her friend. അവൾ തൻ്റെ സുഹൃത്തിന് ഒരു കത്തെഴുതി. അവളുടെ എങ്ങനെയായാലും. ഓക്കെ, അവൾ അവളുടെ സുഹൃത്തിന് ഒരു കത്തെഴുതി. അവൾ അവളുടെ സുഹൃത്തിന് ഒരു കത്തെഴുതി. She wrote a letter to her friend. The book was written in Malayalam.
The book was written in Malayalam. പുസ്തകം മലയാളത്തിലാണ് എഴുതപ്പെട്ടത്. The book was written in Malayalam. പുസ്തകം മലയാളത്തിലാണ് എഴുതപ്പെട്ടത്. Please avoid writing on it. Please avoid writing on it. Please write your name clearly on the form. Please write your name clearly on the form. She wrote a letter to her friend. She wrote a letter to her friend. The book was written in Malayalam. The book was written in Malayalam. എൻ്റെ കൂടെ ഒന്ന് വായിക്കൂ. Please avoid writing on it. Please avoid writing on it. Please write your name clearly on the form. Please write your name clearly on the form. She wrote a letter to her friend. She wrote a letter to her friend. The book was written in Malayalam. The book was written in Malayalam. Okay, ഇനി ടീച്ചറുടെ കൂടെ തന്നെ ഒന്ന് വായിച്ചേ. Please avoid writing on it. Please write your name clearly on the form. She wrote a letter to her friend. The book was written in Malayalam. Okay, നമ്മൾ എഴുതുക എന്നുള്ളത് പഠിച്ചു അല്ലേ? ഇനി നമ്മൾ എന്ത് പഠിക്കുക എന്നുള്ളത് പഠിക്കാം. പഠിക്കുക അല്ലേ? പഠിക്കുക. എന്താണ് പഠിക്കുക ഇംഗ്ലീഷിലെ? ലേൺ. LEARN. 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 ടീച്ചർ ഓൺലൈൻ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നുള്ള ശബ്ദം വേണ്ട. എന്ന് പറഞ്ഞ ശബ്ദവും വേണ്ട. എന്നുള്ളതും വരില്ല. ലേൺ. ലേൺ. നായ്ക്കും 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 ഒക്കെ ഇടയിലായി കിടക്കുന്ന ഒരു ശബ്ദം. ലേൺ. ലേൺ. ഓക്കെ? ലേൺ. പഠിക്കുക. ലേൺ. 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 LEARN. ലേൺ. LEARN. ലേൺ. ലേൺ. സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക കേട്ടോ. ലേൺ. ഇനി പഠിച്ചു എന്നെങ്ങനെ പറയും? ലേൺഡ്. അതിലൊരു ടി ആണ് ചേർക്കുന്നത്. ശ്രദ്ധിക്കുക. സാധാരണ ED ആണ് ചേർക്കുക. പക്ഷേ എനിക്കൊരു കാര്യം നിങ്ങളോട് ആദ്യമേ പറയാനുണ്ട്. പലരും ചിലപ്പോൾ ഇത് പൊക്കി പിടിച്ച് വരാൻ സാധ്യതയുണ്ട്. ടീച്ചർ ED ചേർത്തിട്ടും കാണുന്നുണ്ടല്ലോ എന്ന്. ശരിക്കും നമ്മുടെ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൻ്റെ ഒരു രീതിയാണ്. ഒരു രീതി എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊനൗൺസിയേഷൻ ശാഖ തന്നെ ഇപ്പോഴുണ്ട്. ഓക്കെ? പക്ഷെ എന്നിരുന്നാലും നമ്മുടെ സ്പെല്ലിങ്ങും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ബ്രിട്ടീഷ് ഇംഗ്ലീഷിൻ്റെ തന്നെയാണ്. അതിൽ പാസ്റ്റ് ഫോമിനും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമിനും ടി ഇടുകയാണ് രീതി. നേരെ മറിച്ച് അമേരിക്കൻ ഇംഗ്ലീഷ് ആണെങ്കിൽ അവിടെ ED ആണ് ആഡ് ആവുക. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് എന്നാണ്? ടി ആഡ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ഓക്കെ? ലേൺ. learnt, learnt, learn, learnt, learnt, learn, learnt, learnt. Okay? Learn, learnt, learnt. Okay? ടീച്ചർക്ക് കൂടെ തന്നെ ടീച്ചർക്കൊപ്പം തന്നെ വായിക്കുക. ലേൺ, ലേൺഡ്, ലേൺഡ്. ഇത് ട് തന്നെയാണ്. ഡ അല്ല, ട് ആണ്. കാരണം ടി ആണ് അവിടെ ഉള്ളത്. ഓക്കെ? ലേൺ, ലേൺഡ്, ലേൺഡ്. ഓക്കെ? പഠിക്കുക, പഠിച്ചു, പഠിക്കപ്പെട്ടു. ഓക്കെ? പക്ഷേ ലേണഡ് പേഴ്സൺ എന്നുള്ള രീതിയിലുള്ള വാക്കുകൾ നിങ്ങൾ കാണും. അത് ആ ലേണഡ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം
പഠിച്ചു എന്നല്ല. വിവരമുള്ള ആള് അല്ലെങ്കിൽ പഠിപ്പുള്ള വ്യക്തി അതൊരു വിശേഷണമാണ്. അത് ലേണേഡ് പേഴ്സൺ എന്ന് പറയുന്നതിൽ വരും. അതും ഇതും മിക്സ് ആക്കരുത്. ഇത് പഠിച്ചു എന്ന് പറയുന്ന വാക്കാണ്. ലേൺ, ലേൺഡ്, ലേൺഡ്. ഓക്കെ, പഠിക്കുക, പഠിച്ചു, പഠിക്കപ്പെട്ടു. ഓക്കെ, V1 base form learn, V2 past form learned, V3 past participle form learned. Okay, learn, learned, learned. ഇനി പഠിക്കുന്നു എന്നെങ്ങനെ പറയും? ലേണിംഗ്, 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 ലേൺ, ലേൺഡ്, ലേണിംഗ്. പഠിക്കുക, പഠിച്ചു, പഠിക്കുന്നു. ലേൺ, ലേൺഡ്, ലേണിംഗ്. പഠിക്കുക, പഠിച്ചു, പഠിക്കുന്നു. ഓക്കെ, ലേൺ, ലേൺഡ്, ലേണിംഗ്. ലേൺ, ലേൺഡ്, ലേണിംഗ്. പഠിക്കുക, പഠിച്ചു, പഠിക്കുന്നു. ഓക്കെ, പഠിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് ലേണിനെ കൊണ്ടുപോയി സെന്റൻസസിലോട്ട് ഇടാം. ഓക്കെ, ഐ വാണ്ട് ടു ലേൺ ഹൗ ടു പ്ലേ ദ ഗിറ്റാർ. ഐ വാണ്ട് ടു ലേൺ ഹൗ ടു പ്ലേ ദ ഗിറ്റാർ. ഐ വാണ്ട് ടു ലേൺ ഹൗ ടു പ്ലേ ദ ഗിറ്റാർ. എനിക്ക് ഗിറ്റാർ എങ്ങനെ വായിക്കാം എന്ന് പഠിക്കണം എന്നാണ്. അതായത് എനിക്ക് ഗിറ്റാർ വായിക്കാൻ പഠിക്കണം. എനിക്ക് ഗിറ്റാർ വായിക്കാൻ പഠിക്കണം. ഐ വാണ്ട് ടു ലേൺ ഹൗ ടു പ്ലേ ദ ഗിറ്റാർ. അടുത്തത്, ഷീ ലേൺഡ് എ വാല്യുവബിൾ ലെസൺ ഫ്രം ഹെർ മിസ്റ്റേക്ക്. ഷീ ലേൺഡ് എ വാല്യുവബിൾ ലെസൺ ഫ്രം ഹെർ മിസ്റ്റേക്ക്. അവൾ തൻ്റെ തെറ്റിൽ നിന്നും വളരെ വിലപ്പെട്ട ഒരു പാഠം പഠിച്ചു. അവൾ തൻ്റെ തെറ്റിൽ നിന്നും വിലപ്പെട്ട ഒരു പാഠം പഠിച്ചു. അവൾ തൻ്റെ തെറ്റിൽ നിന്ന് വിലപ്പെട്ട ഒരു പാഠം പഠിച്ചു. ഷീ ലേൺഡ് എ വാല്യുവബിൾ ലെസൺ ഫ്രം ഹെർ മിസ്റ്റേക്ക്. ഷീ ലേൺഡ് എ വാല്യുവബിൾ ലെസൺ ഫ്രം ഹെർ മിസ്റ്റേക്ക്. He learns best by doing rather than just reading. He learns best by doing rather than just reading. വെറുതെ വായിക്കുന്നതിനു പകരം ചെയ്തുകൊണ്ടാണ് അവൻ ഏറ്റവും നന്നായി പഠിക്കുന്നത്. വെറുതെ വായിക്കുന്നതിനു പകരം ചെയ്യുന്നതിലൂടെയാണ് അവൻ നന്നായി പഠിക്കുന്നത്. He learns best by doing rather than just reading. He learns best by doing rather than just reading. They are learning about the solar system in science class. They are learning about the solar system in science class. സയൻസ് ക്ലാസ്സിൽ അവർ സൗരയൂഥത്തെക്കുറിച്ച് പഠിക്കുകയാണ്. സയൻസ് ക്ലാസ്സിൽ അവർ സൗരയൂഥത്തെക്കുറിച്ച് പഠിക്കുകയാണ്. They are learning about the solar system in science class. നമുക്ക് ഒരു 2-3 തവണ വായിക്കാം. ടീച്ചറുടെ കൂടെ തന്നെ വായിക്കണം. ആദ്യം ടീച്ചർ വായിക്കും, പിന്നെ 2 പ്രാവശ്യം ടീച്ചർ വായിക്കുമ്പോൾ കൂടെ വായിക്കണം. ഓക്കെ, I want to learn how to play the guitar. I want to learn how to play the guitar. I want to learn how to play the guitar. She learned a valuable lesson from her mistake. She learned a valuable lesson from her mistake. She learned a valuable lesson from her mistake. He learns best by doing rather than just reading. He learns best by doing rather than just reading. He learns best by doing rather than
just reading. They are learning about the solar system in science class. They are learning about the solar system in science class. They are learning about the solar system in science class. Okay. Children learn quickly at a young age. Children learn quickly at a young age. കുട്ടികൾ ചെറുപ്പത്തിൽ വേഗത്തിൽ പഠിക്കുന്നു. അതായത് ചെറിയ കുട്ടികൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാനുള്ള കഴിവുണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ചിൽഡ്രൻ ലേൺ ക്വിക്ലി അറ്റ് എ യങ് ഏജ്. ചെറുപ്പത്തിൽ കുട്ടികൾ വേഗത്തിൽ പഠിക്കുന്നു. ചിൽഡ്രൻ ലേൺ ക്വിക്ലി അറ്റ് എ യങ് ഏജ്. ചിൽഡ്രൻ ലേൺ ക്വിക്ലി അറ്റ് എ യങ് ഏജ്. അടുത്തത്, he learned to speak Spanish during his travels. He learned to speak Spanish during his travels. അവൻ്റെ യാത്രകളിലൂടെയാണ് അവൻ സ്പാനിഷ് സംസാരിക്കാൻ പഠിച്ചത് എന്നാണ് അർത്ഥമാക്കുന്നത്. പക്ഷെ അതിൽ ലേൺഡ് പഠിച്ചു. അപ്പോൾ അവൻ്റെ യാത്രകളിലൂടെ അവൻ സ്പാനിഷ് സംസാരിക്കാൻ പഠിച്ചു എന്നാണ് അർത്ഥം. ഓക്കെ, നമ്മൾ ഇപ്പോൾ എങ്ങനെയാണ് പഠിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയാണ് പഠിച്ചത് എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുമ്പോഴും അങ്ങനെയാണ് അർത്ഥം വരിക. പക്ഷേ അത് പാസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഹി ലേൺഡ് ടു സ്പീക്ക് സ്പാനിഷ് ഡ്യൂറിങ് ഹിസ് ട്രാവൽസ്. അവൻ്റെ യാത്രകളിലൂടെ അവൻ സ്പാനിഷ് സംസാരിക്കാൻ പഠിച്ചു. ഹി ലേൺഡ് ടു സ്പീക്ക് സ്പാനിഷ് ഡ്യൂറിങ് ഹിസ് ട്രാവൽസ്. ഹി ലേൺഡ് ടു സ്പീക്ക് സ്പാനിഷ് ഡ്യൂറിങ് ഹിസ് travels. He learned to speak Spanish during his travels. My dog learns new tricks very easily. My dog learns new tricks very easily. എൻ്റെ നായ പുതിയ തന്ത്രങ്ങൾ വളരെ എളുപ്പത്തിൽ പഠിക്കുന്നു. ഇത് ശരിക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് ഡോഗിന്റെ കഴിവാണല്ലേ, കേപ്പബിലിറ്റി ആണ് അല്ലേ, അതാണ് പറയുന്നത്. എൻ്റെ നായ പുതിയ തന്ത്രങ്ങൾ വളരെ എളുപ്പത്തിൽ പഠിക്കുന്നു. മൈ ഡോഗ് ലേൺസ് ന്യൂ ട്രിക്സ് വെരി ഈസിലി. മൈ ഡോഗ് ലേൺസ് ന്യൂ ട്രിക്സ് വെരി ഈസിലി. അവിടെ ലേൺസ് എസ് വരാൻ കാരണം എന്താണ്? മൈ ഡോഗ് ഈസ് എ തേർഡ് പേഴ്സൺ സിംഗുലർ പേഴ്സൺ അല്ലേ. തേർഡ് പേഴ്സൺ ആണ്, സിംഗുലർ ആണ്, ഒറ്റൊന്നാണ്. അതുകൊണ്ടാണ് എസ് വന്നത്. മൈ ഡോഗ് ലേൺസ് ന്യൂ ട്രിക്സ് വെരി ഈസിലി. ഓക്കെ, ചിൽഡ്രൻ ലേൺ ക്വിക്ലി അറ്റ് എ യങ് ഏജ്. Children learn quickly at a young age. He learned to speak Spanish during his travels. He learned to speak Spanish during his travels. My dog learns new tricks very easily. My dog learns new tricks very easily. ഒന്നുകൂടി ടീച്ചർ വായിക്കാം, ഒപ്പം തന്നെ വായിക്കണേ. Children learn quickly at a young age. He learned to speak Spanish during his travels. My dog learns new tricks very easily. ഓക്കെ മക്കളെ, ഇന്ന് നമ്മൾ 2 പുതിയ ആക്ഷൻ വേർഡ്സ് ആണ് പഠിച്ചത്. റൈറ്റ്, ലേൺ. എഴുതുക, പഠിക്കുക. റൈറ്റ് എഴുതുക, ലേൺ പഠിക്കുക. റൈറ്റ് V1 ഫോം, റോട്ട് V2 ഫോം, റിട്ടൺ V3 ഫോം, റൈറ്റിംഗ് ING ഫോം. V1 ഫോം ബേസ് ഫോം റൈറ്റ്, V2 ഫോം പാസ്റ്റ് ഫോം റോട്ട്, V3 ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം റിട്ടൺ, ING ഫോം റൈറ്റിംഗ്. അതിൽ എടുത്ത് കളയണം.
WRITE എന്നുള്ളതിൽ നിന്നും ഇ മാറ്റി ING ചേർക്കുന്നു. ഓക്കെ, റൈറ്റിംഗ്. പിന്നെ രണ്ടാമത്തെ വാക്ക് ഏതായിരുന്നു? ലേൺ, പഠിക്കുക. V1 ഫോം ലേൺ, V2 ഫോം ലേൺഡ്, V3 ഫോം ലേൺഡ്, ING ലേണിംഗ്. ING ഫോമിൽ ചേഞ്ച് ചെയ്യാനൊന്നുമില്ല, ആ വാക്കിലേക്ക് ജസ്റ്റ് ING എന്ന് ചേർത്തെഴുതാനേ ഉള്ളൂ അല്ലേ. ലേൺ ബേസ് ഫോം V1 ഫോം, ലേൺഡ് പാസ്റ്റ് ഫോം V2 ഫോം, ലേൺഡ് പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം V3 ഫോം, പിന്നെ ലേണിംഗ്. ഓക്കെ, റൈറ്റ്, wrote, written, writing, learn, learned, learned, learning. ഓക്കെ, അങ്ങനെ നമ്മൾ 2 പുതിയ വാക്കുകളാണ് ഇന്ന് പഠിച്ചത്. ഇനി നമുക്ക് ഇതുവരെ പഠിച്ചതൊന്ന് പറഞ്ഞു നോക്കിയാലോ. റൺ, ഓടുക. റൺ, ran, run, running. ജംപ്, ചാടുക. ജംപ്, jumped, jumped, jumping. Eat, തിന്നുക. Eat, ate, eaten, eating. Brush, പല്ല് തേക്കുക. Brush, brushed, brushed, brushing. Read, വായിക്കുക. Read, 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 reading. Drink, കുടിക്കുക. Drink, drank, drunk, drinking. Wash, കഴുകുക. Wash, washed, washed, washing. അടുത്തത് play, കളിക്കുക. Play, played, played, playing. അടുത്തത് sit, ഇരിക്കുക. Sit, sat, sat, sitting. Walk, walked, walked, walking. Walk എന്ന് വെച്ചാൽ നടക്കുക. Walk, walked, walked, walking. Go, പോകുക. Go, went, gone, going. Come, വരിക. Come, came, come, coming. Climb, കയറുക. Climb, climbed, climbed, climbing. Fly, പറക്കുക. Fly, flew, flown, flying. Swim, നീന്തുക. Swim, swam, swum, swimming. Tear, കീറുക. Tear, tore, torn, tearing. പൊന്നു മക്കളെ, പലരും ഇതിനെ ടിയർ എന്ന് വായിക്കുന്നുണ്ട്. അർത്ഥം തന്നെ മാറി. ടിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുനീര്, കണ്ണുനീർ വാർക്കുക എന്നൊക്കെയാണ്. ഓക്കെ, ഇത് ടയർ, മുറിക്കുക. മുറിക്കുകയല്ല, സോറി, കീറുക. ടയർ, കീറുക. ഓക്കെ, കുക്ക്, കുക്ക്ഡ്, കുക്ക്ഡ്, കുക്കിംഗ്. കുക്ക്, പാചകം ചെയ്യുക. കട്ട്, മുറിക്കുക. ടയർ, കീറുക. കട്ട്, മുറിക്കുക. മുറിക്കുക, കട്ട്. കീറുക, ടയർ. ഓക്കെ, കട്ട്, 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 കട്ടിങ്. കട്ടിൻ്റെത് V1ഉം V2ഉം V3 ഒക്കെ കട്ട് തന്നെയാണ്. എന്നിട്ട് കട്ടിങ്, ഡബിൾ ടി. ഓക്കെ, ഇത് കൂടാതെ നമ്മൾ ഇന്ന് പഠിച്ച 2 വാക്കുകൾ എന്താണ്? റൈറ്റ്, റോട്ട്, റിട്ടൺ, റൈറ്റിംഗ്. ലേൺ, ലേൺഡ്, ലേൺഡ്, ലേണിംഗ്. ഓക്കെ, അങ്ങനെ നമ്മൾ 20 വേർഡ്സ് എത്തിയല്ലേ. ആക്ഷൻ വേർഡ്സിന്റെ ബേസ് ഫോമാണ് 20. നമ്മൾ മൊത്തത്തിൽ ഒരുപാട് വാക്കുകൾ പഠിച്ചു. മക്കള് ഇപ്പോൾ 10ാമത്തെ ക്ലാസ് എത്തിയെന്ന് പറഞ്ഞാൽ 10ാമത്തെ ക്ലാസ് മാത്രമല്ല കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് മുൻപത്തെ 1 മുതൽ 10 വരെയുള്ള വേർഡ്സും സെന്റൻസസ് ഒക്കെ വായിക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ അത് അവിടെ തന്നെ എന്തായി ഒഴിച്ചു വെച്ചതുപോലെയാകും. മറന്നു പോകരുത്. നമുക്ക് ഓർമ്മ വേണം. കൂടാതെ ഈ 1 മുതൽ 10 വരെ നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ക്വിസും വേർഡ് സെർച്ചും ഒക്കെ കിട്ടുള്ളൂ.
അതും കൂടെ ഉണ്ട്. ഓക്കെ, ഇനി പുതിയ ഗെയിംസ് വരാനുണ്ട്. ജംബിൾ ദ വേർഡ്സിന്റെ ഗെയിംസ് ഉണ്ട്, അതുപോലെ തന്നെ ക്രോസ് വേർഡ് പസിൽസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ പല പല ഗെയിംസ് വരാനുണ്ട് മുന്നോട്ട്. ഇനി ആക്ടിവിറ്റീസ് ഒക്കെ ആ രീതിയിലേക്ക് മാറും. അപ്പോഴേക്കും ഈ ക്ലാസ്സസ് ഒക്കെ ഓർമ്മയുണ്ടെങ്കിലേ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ എല്ലാ മക്കളും നന്നായി പഠിക്കുക. ഇന്നത്തെ ആദ്യത്തെ ഹോംവർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ലേണിംഗ് അങ്ങനെ 3 ചാപ്റ്റേഴ്സ്. അതിനുശേഷം പിന്നീട് നമ്മൾ എന്താണ് റൈറ്റിന്റെ, അതിനുശേഷമല്ല അതിന് മുൻപ് റൈറ്റ് റോട്ട് റിട്ടേൺ, റൈറ്റ് റോട്ട് റൈറ്റിംഗ്, അങ്ങനെ 3 പേജസ് അങ്ങനെ ഉണ്ടല്ലോ. അതത് പേജിന്റെ കീഴെ എത്തുന്ന സമയത്ത് നിങ്ങൾ ആ വാക്കുകളൊന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം. ഇപ്പം റൈറ്റ് എന്ന് സ്ക്രീനിൽ കാണുന്ന സമയത്ത് റൈറ്റ് എഴുതണം. 3 റൈറ്റ് കാണും, 3 റൈറ്റ് എഴുതണം. അതല്ല, ഇനി റൈറ്റ് റോട്ട് റിട്ടേൺ കാണുന്ന സമയത്ത് റൈറ്റ് റോട്ട് റിട്ടേൺ നിങ്ങൾ എഴുതണം. എനിക്കത് എന്തിനാ ഉറപ്പിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് പലരുടെയും നോട്ട്സ് കാണുമ്പോൾ തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് കണ്ടു കഴിഞ്ഞാൽ പിന്നെ സ്കിപ്പ് ചെയ്ത് പോവാണെന്ന്. അങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകാനാണെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്നിട്ട് 10-20 പ്രാവശ്യം അത് പറയേണ്ട ആവശ്യമില്ല. ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾക്ക് പഠിക്കാനും നിങ്ങൾക്ക് പരിശീലനം തരുന്നതാണത്. ആക്ച്വലി ഇറ്റ്സ് എ ട്രെയിനിങ് മെത്തേഡ്. ഓക്കെ, സോ പ്ലീസ് എന്താണ് ഞാൻ പറയുന്നത് പോലെ ചെയ്യുക. ഓരോ സ്ക്രീനിന്റെ താഴെ തന്നെ ഇപ്പോൾ റൈറ്റ് എന്ന് കാണുമ്പോൾ തന്നെ അതിന്റെ കീഴെ റൈറ്റ് എന്ന് എഴുതുക. കോമയിട്ട് എഴുതിയാൽ മതി. ഓക്കെ, അതാണ് എന്ത് ഒന്നാമത്തെ ഹോംവർക്ക്. രണ്ടാമത്തെ ഹോംവർക്ക് എന്താണെന്ന് ഞാൻ ഗ്രൂപ്പിൽ പറയാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്നാമത്തെ ഹോംവർക്ക് ഒരുപാടുണ്ട് കേട്ടോ. 6 കമന്റ്സ് വരും. അപ്പോഴേ റൈറ്റിന്റെ കമന്റ് ഉണ്ട്, റൈറ്റ് റോട്ട് റിട്ടേണിന്റെ കമന്റ് വരും, റൈറ്റ് റോട്ട് റൈറ്റിങ്ങിൻ്റെ ഇത് വരും, ലേണിംഗ്, അങ്ങനെ മൊത്തം 6 കമന്റ്സ് ഓരോരുത്തരുടെ അടുത്തുനിന്നും വരും. അപ്പോൾ മൊത്തത്തിൽ 6 ഹോംവർക്ക് പോലെ, പക്ഷെ അതെല്ലാം കൂടി എന്താണ് ഒറ്റ ഹോംവർക്ക്. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ഹോംവർക്ക് ഞാൻ ഗ്രൂപ്പിൽ പറയുന്നതാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ലേണിംഗ്.